ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്രാനി ചാപ്റ്റർ 2 ആയിട്ടാണ്. അത് നമ്മൾ നോർമലും ഗ്രാനി ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡേ 1 ആവുന്നു. ഇനി നമുക്ക് കളിയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ എണീച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ മേളിലേക്ക് പോകാനാണ്. പെട്ടെന്ന് മേളിലേക്ക് പോകും. നമ്മൾ കട്ടലിൻ്റെ അടിയിൽ ഒളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. ഇനി നമ്മൾക്ക് സ്റ്റണ്ട് റൺ വേണം. അപ്പോൾ ഞാൻ സ്റ്റണ്ട് റൺ ഒന്ന് നോക്കണം. ഇനി നമുക്ക് സ്റ്റണ്ട് ഗണ്ണ് കിട്ടിയിട്ട് വേണം ഇനി എന്താ പറയുക ഗ്രാനീനെ ഒന്ന് തളയ്ക്കാൻ, ഗ്രാനീനെ ഒന്ന് ഇതാക്കാൻ. എന്നാലാണ് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഗൈസ് ഗ്രാനീനെ ഇട്ട് ഇതാക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഗ്രാനി ഇട്ട് കളിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഗ്രാനീനെ ഇട്ട് കളിക്കുന്നത്. അത് കാരണം നമുക്കിനി ഐഡിയ പ്രകാരം ഇനി എന്താ പറയുക, പിന്നെ ചിലപ്പോൾ ഗ്രാനീനെ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാനായിരിക്കും പരിപാടി. അല്ലെങ്കിൽ നമ്മൾ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ എന്താ പറയുക ഹെലികോപ്റ്റർ എസ്കേപ്പ് ആയിരിക്കും. ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഉമ്മയൊന്ന് വീട്ടിൻ്റെ അപ്പുറം പോയപ്പോൾ ഞങ്ങൾ തുടങ്ങിയേക്കണ കളിയാട്ടത്. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ പുറത്തേക്ക് പോയാണ്. എന്നിട്ട് അതെന്താ ഗൈസ് അവിടെ ഇരിക്കുന്നത്? ആ ഫ്രഞ്ച് ആയിരിക്കുമല്ലേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മറ്റേ വെപ്പങ്കി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. വെപ്പങ്കി ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി പുറത്തേക്ക് പോവാം. നമ്മുടെ പ്ലാൻ ഇങ്ങനെയാണ്. ആദ്യം എന്താ പറയുക, ഇവിടെ സെക്യൂരിറ്റിക്ക് ഇവിടെ വേണം കേട്ടോ. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ചിട്ടില്ല. അവിടെ ഗ്ലാസ് ഫ്യൂസ് ഇരിപ്പുണ്ട്. നമുക്ക് ഇതുവരെ ഇപ്പോൾ കയറി പോകാം ഗൈസ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് ഗ്രാനി വരുമ്പോൾ നമുക്ക് ഇതുവഴി ഗ്രാനീനെ ഒരു പ്രാവശ്യം കൂടി ഷോക്ക് അടിപ്പിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാനാണ് ഞങ്ങളുടെ എന്താ പറയുക പ്ലാൻ. നമുക്ക് ഗ്രാനി വന്നവരെയും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്തിടാം. അപ്പോൾ സൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഗ്രാനി വരുന്നുണ്ടോന്ന് ഡൗട്ടുണ്ട്. ഗ്രാനി വരാറായി. നമുക്ക് തളയ്ക്കാൻ ഇപ്പോൾ 1 മിനിറ്റാണ്. നമുക്ക് ഗ്രാനി സ്റ്റക്കായി നിൽക്കോളൂ. അപ്പോൾ ഇവിടെ പ്ലെയർ വേണം അവിടെ. അപ്പോൾ നമ്മൾ ഓരോ ഷെൽഫും തുറന്ന് നോക്കണ്ട്. അപ്പോൾ അവിടെ ചിക്കൻ ഇരിക്കുന്നുണ്ട്. അതാ മറ്റേ കുഞ്ഞാവക്ക് കൊടുക്കാനാണ് സ്പൈഡർ ഗ്രാനി. അപ്പോൾ നമ്മൾ ഇവിടെ കാണാനില്ല ഹെലികോപ്റ്റർ മാനുവൽ. നമ്മൾ ഹെലികോപ്റ്റർ മാനുവൽ നമുക്ക് ആവശ്യമില്ല. നമ്മൾ ബോട്ട് എസ്കേപ്പ് അല്ലേ ചെയ്യണം. ചിലപ്പോൾ ബോട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഗ്രാനിനനുസരിച്ച് ഗൈസ് നമുക്ക് ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ ഹെലികോപ്റ്റർ എസ്കേപ്പ് തന്നെ ചെയ്യേണ്ടി വരും. പറയാൻ പറ്റില്ല. പക്ഷേ ഹെലികോപ്റ്റർ എസ്കേപ്പ്
അപ്പോൾ നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്കൊന്ന് ഇടാം താഴെ ഡ്രോപ്പിങ്. അപ്പോൾ രാണി വരും. ഇപ്പോൾ രാണി വരും അടിക്കാം. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ ഇങ്ങോട്ടേക്ക് നീങ്ങിയിരുന്ന രാണിക്ക് വരാൻ പറ്റൂലായിരിക്കും എന്നാണ്. ഇവിടെ ചെറിയ ഇടമാണ്. അപ്പോൾ നമ്മൾ ചത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡേ 2ലേക്ക് കടക്കാം. ഞങ്ങളുടെ പ്ലാൻ ആദ്യം ഇങ്ങനെയായിരുന്നു. നമുക്ക് ആ ഡേ 1 തന്നെ എല്ലാം എസ്കേപ്പ് ചെയ്യുക, പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാമെന്ന്. ഇത് ലാസ്റ്റാണ് ഇങ്ങനെ വന്നത്. ഇപ്പം നമ്മുടെ പ്ലാൻ ഇനി ഓടിപ്പോയി ഗ്രാനി അറിയാണ്ട് മറ്റേ ഇതെടുക്കാനാണ്, സ്റ്റൺ ഗൺ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാൻ. ഇപ്പോൾ ഗൈസ് നമുക്ക് കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞൂടാ. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെയായിരുന്നു ഞാൻ ഇട്ടത്. അപ്പോൾ മാറിപ്പോയി ഗൈസ്. നമുക്കപ്പം പോയി നോക്കാട്ടോ. ഇപ്പോൾ ഗൈസ് നമുക്ക് ഗ്രാനി വരുന്നുണ്ടെന്ന് ഓർത്താണ് ഞാൻ ഇനി ബാക്കിലേക്ക് പോയത്. ഗ്രാനി വന്നുണ്ടോയെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. റെഞ്ച് അവിടെ വേണം കേട്ടോ ഗൈസ്. റെഞ്ച് അപ്പം മേളിൽ ഇരിപ്പുണ്ട് ഗൈസ്. നമ്മളപ്പോൾ റെഞ്ച് അവിടെ കണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവിടെ വെച്ചാൽ. നമുക്ക് മറന്നുപോയി. നമുക്കിപ്പോൾ പോയി മറ്റേ ഇതെടുക്കാം ഗൈസ്. സ്റ്റൺ ഗൺ. എൻ്റെ മറ്റേ ഇത് കാണാനില്ല. അത് നമുക്ക് ഇനി തപ്പി എടുക്കണം. അപ്പുറം ഉണ്ടാവുന്നിടത്ത് ഞാൻ പോയി നോക്കി, ഇല്ല. ഗ്രാനിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം മക്കളെ. ഇനി നമുക്ക് ഗ്രാനിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. ഗ്രാനിത്തുള്ള വന്നതിന് മുമ്പ് മറ്റേ ഇതെടുത്ത് വെക്കാമല്ലേ? അതല്ലല്ലേ, ഞാൻ അതായിരിക്കുന്നു. ഗ്രാനി അതെന്താ അടുത്തുള്ളന്ന് ഗൈസ്. നമുക്ക് കിട്ടിയിരിക്കുന്നു അതിൻ്റെ മറ്റേത് ഗണ്ണിൻ്റെ മറ്റേ ഇനി നമുക്ക് ഗ്രാനി വരാൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്രാനീനെ ഷോക്ക് അടുപ്പിക്കണം. ഗ്രാനി മാത്രം ഞങ്ങളിപ്പോൾ ഇട്ട് കളിക്കണം. കാരണം നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പോൾ നമുക്ക് ഗ്രാനി വന്നു നോക്കാവേ. ഗ്രാനി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗ്രാനീനെ നമ്മൾ തളച്ചിരിക്കുന്നു. കൊണ്ട് ഗ്രാനിയുടെ തലയിലൊക്കെ ഇത് പോകുന്നുണ്ട് ഗൈസ്. ഗ്രാനി കാരണം നമുക്ക് അങ്ങോട്ടിപ്പോൾ പോകാൻ പറ്റുള്ളൂ. അത് കാരണം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഗ്രാനി ഒന്ന് പോയി കിട്ടിയാൽ മതി ഗൈസ്. അങ്ങോട്ട് പോവാൻ ഇനി ഗ്രാനി ഒന്ന് അപ്രതീക്ഷിതമായി കഴിഞ്ഞാലേ നമുക്ക് ഇനി പോകാൻ പറ്റുള്ളൂ. എന്താണെന്നറിയില്ല. ഇപ്പോൾ അറിയണം ഇതിങ്ങനെയാണ്. ഫ്രഞ്ച് എവിടെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ ഗൈസ് നമ്മുടെ ഗ്രാനി അപ്രതീക്ഷിതമായിരിക്കുന്നു. ഇനി നമുക്ക് പോയി ഫ്രഞ്ച് ചിലപ്പോൾ തപ്പും. ഫ്രഞ്ച് തപ്പാം. അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ശ്രമിച്ചു. ഇപ്പോൾ ഞാൻ റൈഹാനാണ്. അപ്പം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് കയറി നോക്കിയപ്പോൾ വെച്ചാൽ ഇത് ഈസി വരാണ്. ഞങ്ങളിങ്ങനെ ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് മര്യാദക്ക് കളിക്കാൻ പറ്റി ഗൈസ്. അങ്ങനെയാണ് ഞങ്ങൾ ഗ്രാനി 2 കളിക്കാൻ പറ്റി. ഇനി ഗ്രാനി 1 ഉറപ്പായിട്ടും വരുന്നതാണ് ഗൈസ്. ഞങ്ങൾ ഗ്രാനി 2 ശരിക്കും നല്ലോണം പണ്ടേ മുതൽ ഞങ്ങൾ ഗ്രാനി ചാപ്റ്റർ 2 ശരിക്കും കളിച്ച് പ്രാക്ടീസ് ഇട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അത് കാരണമാണെന്ന് പറഞ്ഞൂടെ ഇപ്പം ഞങ്ങൾക്ക് ഗ്രാനി ചാപ്റ്റർ 2 മാത്രമാണ് നന്നായിട്ട് കളിക്കാൻ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം പറ്റുമെങ്കിൽ ഞങ്ങൾ ഗ്രാനി 1 കളിക്കാം. ഏതായാലും
അടുത്ത വീഡിയോ ഉറപ്പായിട്ടും ഗൈസ്, അപ്പോൾ നമ്മൾ ഖത്തമായിരിക്കുന്നു. ഇനി കളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തോറ്റു.